അടിപൊളി. പൊതുവെ നമ്മൾ ഈ മാർഷൽ ആർട്സ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരാത്ത ഒരു ഐറ്റമാണ് ജൂഡോ. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ജൂഡോക്ക് വേണ്ടിയുള്ള നല്ല ട്രെയിനിങ് സെൻറ്റേഴ്സും കോച്ചിങ്ങും എല്ലാം കുറവാണ്. നമ്മുടെ കൊച്ചിയിൽ തന്നെ എടുത്തു പറയുന്ന വളരെ ചുരുക്കം കോച്ചിങ് സെൻറ്റേഴ്സേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് അങ്ങനെ ഒരു സ്ഥലത്താണ്, അതും നമ്മുടെ വൈപ്പിനിൽ. അപ്പം 3 മാസമായി നമ്മൾ ക്ലാസ് ആരംഭിച്ചിട്ട്, ജൂഡോ ക്ലാസ് ആരംഭിച്ചിട്ട്, ജൂഡോ ക്ലാസ്സിൻ്റെ ഇൻചാർജ് ഞാനാണ്. ഇത് സൈന മാം. ആളത്ര ചില്ലറക്കാരിയൊന്നുമല്ല. ചൈനീസ് തായ്പേയിൽ നടന്ന വേൾഡ് വനിതാ ജൂഡോ മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയിൽ ആദ്യമായി ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ താരമാണ് സൈന മാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ എനിക്ക് 25 സ്റ്റുഡൻസ് ഉണ്ട്. അതിനും കുട്ടികൾ ഇപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വീക്ക്ലി 3 ഡേയ്സാണ് ക്ലാസ് വരുന്നത്. ആൻഡ് ഇവിടെ ട്രെയിനിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഗേൾസിനാണ്. പാരൻസും ഉണ്ട്, നാട്ടുകാർ നമുക്ക് നല്ല സപ്പോർട്ടാണ്. ജൂഡോ അത് പ്രത്യേകിച്ച് ഗേൾസിനും കൂടി ഇവിടെ കൂടുതൽ ഗേൾസിന് ഫോക്കസ് ചെയ്യുന്നതിൻ്റെ നമുക്ക് കൂടുതൽ കുട്ടികളും ഗേൾസാണ്. ഞങ്ങളിവിടെ ചെന്ന ദിവസം ഓൾ കേരള ചാമ്പ്യൻഷിപ്പ് നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കും ഇതെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. കൊച്ചിയിൽ സെൻറ്റേഴ്സ് കുറവാണ്, പക്ഷേ ലേഡീസിൻ്റെ അഭാവമാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. നാഷണൽ മെഡലിസ്റ്റുകൾ നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാകും. ഒരു ഇൻ്റർനാഷണൽ സ്വപ്നം ഞാൻ കാണുന്നതാണ്. അതുകൊണ്ട് നല്ല സ്റ്റുഡൻസ് ഉണ്ട്, നമുക്ക് നല്ല കട്ട സപ്പോർട്ടായിട്ട് അവരുടെ പാരൻസും ഉണ്ട്. അപ്പോൾ ഈ ട്രെയിനിങ് സെൻറ്റർ വരുന്നത് നമ്മുടെ വൈപ്പിൻ പെരുമ്പള്ളിയിലുള്ള കൊച്ചിൻ ഒളിമ്പ്യാഡ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. അത്യാവശ്യം വലിയൊരു ഫുട്ബോൾ ടർഫും സ്വിമ്മിംഗ് പൂളും എല്ലാം വരുന്ന ചെറിയൊരു സ്പോർട്സ് ഫെസിലിറ്റി തന്നെയാണ് ഈ ഒരു സ്ഥലം. സോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള സ്പോർട്സ് ആൻഡ് മാർഷൽ ആർട്സ് ലവേഴ്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തേക്ക്. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും എക്സാക്ട് ലൊക്കേഷനും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. പിന്നെ അറിയാലോ, ദിസ് ഈസ് ഇൻ കൊച്ചി.